ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വെറുത്തത്രയും ഞാൻ ലോകത്തൊന്നിനെയും വെറുത്തിട്ടില്ല. ഈ വെറുപ്പ് കൂടി കൂടി എനിക്കിത് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ +1 ആയ സമയത്ത് വളരെ ടാക്ടിക്കൽ ആയിട്ടൊരു ഡിസിഷൻ അങ്ങോട്ട് എടുത്തു. സയൻസ് എടുക്കത്തില്ല, കോമേഴ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വഴി തിരിച്ചങ്ങോട്ട് നടന്നു. അവിടെയായിരുന്നു ടെസ്റ്റ്. അവിടെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടെന്നുള്ളത് ആരും എന്നോട് പറഞ്ഞില്ല. അവിടെ ചെന്ന് ബുക്കൊക്കെ മറിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കുറച്ച് പെട്ടിയും കുറച്ച് ചതുരവും ഒക്കെ മാത്രമേ ഉള്ളൂ. അത് വരച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അവിടെ വേറൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടൻസി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഇക്കണോമിക്സ് വന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു, കോസ്റ്റിംഗ് വന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വന്നു, പിന്നെ എന്തൊക്കെയോ വന്നു. കോമേഴ്സ് പഠിച്ചത് കൊണ്ട് കോമേഴ്സ് സ്റ്റേജിൽ കിടന്നു കഴിഞ്ഞാലും ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ്. ഇതെന്നെ കൊന്നാലും ഞാൻ മറക്കത്തില്ല. ചില ആൾക്കാരുടെ ഒരു വിചാരമുണ്ട് നമ്മൾ കോമേഴ്സ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിന്റെ എന്തോ വലിയ സാധനമാണെന്നുള്ളത്. 3333 × 4100 എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറയും. അവർക്ക് അറിയത്തില്ലല്ലോ നമുക്ക് ഒന്നും കൂട്ടാൻ വരെ കാൽക്കുലേറ്റർ വേണമെന്നുള്ളത്. ഈ നഗ്ന സത്യം ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും നമ്മളെ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല. ഈ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു മാത്സിന് ഇതോടെ ഒരു അണ്ടർലൈൻ ഇടാണ്. പക്ഷെ അതും വേറൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് കൂട്ടും, അവിടെ നിന്ന് എടുത്ത് കുറച്ച് അങ്ങോട്ടിടും, കുറച്ച് ഇക്വേഷൻ എടുത്ത് ഇവിടോട്ട് ചേർക്കും, ആ ഇക്വേഷനിൽ നിന്ന് വേറെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റും. അങ്ങനെ ഇങ്ങനെ മാത്സിന്റെ ഒരു ലോകത്താണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇത് എവിടെ പോയി ഇത് അവസാനിക്കുമെന്ന് ഒരു പിടുത്തമില്ല. മാത്സ് പാടാണെന്നും പറഞ്ഞ് കോമേഴ്സ് എടുത്ത് കോമാളിയായ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക. നമ്മൾ ഒരേപോലെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാലോ, അതിന് വേണ്ടിയിട്ടാ. പിന്നെ ചില ആൾക്കാരൊക്കെ കോമേഴ്സ് അല്ല കൊമേഴ്സ് ആണ് എന്ന് പറയാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ ഇങ്ങനെ പറയാം. ഓക്കെ.